കഴിഞ്ഞ ദിവസം കൂരിമീൻ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ മീൻ കറി വയ്ക്കുന്ന വീഡിയോയുമായിട്ട് പിന്നെ വരാമെന്ന്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ചേറുവരാൽ കറി വയ്ക്കുന്ന നല്ല നാടൻ ചേറുമീൻ അല്ലെങ്കിൽ ചേറുവരാൽ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ മീൻ കറി വയ്ക്കുന്ന ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം മീനൊക്കെ ക്ലീൻ ചെയ്യുന്നത് അന്ന് നിങ്ങൾ കണ്ടില്ലായിരുന്നോ, കൂരിമീൻ. അപ്പം ഞാൻ നമ്മുടെ ഈ വരാൽ ക്ലീൻ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ വരാൽ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പാടാണ് കേട്ടോ, പക്ഷേ എന്നാലും പെട്ടെന്ന് തന്നെ തീർത്തൊന്നുമില്ല. കുറച്ച് സമയം എടുത്ത് അതിങ്ങനെ തൊലിയൊക്കെ ചെത്തി കളയേണ്ടവർക്ക് ചെത്തിക്കളയാം, പിന്നെ തൊലി പൊളിക്കേണ്ടവർക്ക് പൊളിക്കാം. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് മീൻ ക്ലീൻ ചെയ്തെടുക്കാവേ. അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് പിന്നെ ഉലുവായും കടുകുമൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം കൂടെ നന്നായിട്ടിട്ട് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നല്ല അടിപൊളി കോട്ടയം സ്റ്റൈലിലൊരു നാടൻ വരാൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഒരുപാട് എന്താ പറയുന്നത്, ഒത്തിരി നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ മീൻ കറി വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത്. പിന്നെ മീൻ കറി വെക്കുന്ന വീഡിയോ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട, എപ്പോഴും മീൻ കറിയൊക്കെ വെക്കുന്ന കാണിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ എന്തായാലും ഒന്ന് എടുത്തു പോയി എന്നാൽ അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേയൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ എരിവിനനുസരിച്ച് കുറേ മുളക് പൊടിയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനല്ലേ ഉണ്ടാക്കുന്നത്, അമ്മയാണ് ഉണ്ടാക്കുന്നത്. മീൻ കറിക്കൊക്കെ നല്ല നാടൻ പുഴമീനൊക്കെ തോട്ടുമീനൊക്കെ കറി വയ്ക്കുമ്പോൾ നല്ലതായിട്ട് മുളക് പൊടി ഇട്ടെങ്കിൽ നമ്മുടെ ആ മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല രുചിയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് കേട്ടോ മുളക് പൊടി എല്ലാം കൂടി അങ്ങോട്ട് തട്ടിക്കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ ഇത്രയും മുളക് പൊടി എന്ന് പറഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു. നല്ല എരിവ് വേണം, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റും കളറും രുചിയും എല്ലാം ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തത്. പക്ഷേ അധികം എരിവൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കാണുമ്പം നമ്മൾ മുളക് പൊടി കുറേ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം വഴണ്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഉപ്പും ഇട്ട് പിന്നെ നമ്മുടെ കുടംപുളിയും കൂടി ഇട്ട് കൊടുത്ത് അതെല്ലാം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിന് മീൻ കഷ്ണവും കൂടി ഇട്ട് വെച്ച് അടച്ച് വെച്ച് നമ്മുടെ കറിയുടെ ചാറൊക്കെ പറ്റിച്ചെടുത്തു കേട്ടോ. അപ്പം ഞാൻ മീൻ കറി വയ്ക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോഴത്തേക്കിന് അതിൻ്റെ ഫുൾ വീഡിയോ മീൻ കറി തിളച്ച് വരുന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അറിയാലോ എല്ലാവർക്കും, മീൻ കറി അടുപ്പേ വെച്ച് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് മീൻ കറിയൊക്കെ പെട്ടെന്ന് റെഡിയാവുന്നു. അപ്പം അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ പുളിവെള്ളവും എല്ലാം തിളച്ച് വന്നപ്പോഴത്തേക്കിന് മീൻ കഷ്ണവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്തതല്ലേ, പോസ്റ്റ് ചെയ്യാതിരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചാട്ടോ. മുഴുവൻ ഇല്ലെങ്കിലും കുറച്ചാണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം മീൻ കറിയൊക്കെ ഇതുപോലെ ചട്ടിയിൽ ഞാനിങ്ങനെ സാധാരണ സ്പൂണ് കൊണ്ട് ഇളക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, അങ്ങനെ ഇളക്കാൻ പാടില്ല, ഇങ്ങനെ വട്ടത്തിൽ കറക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മീൻ കറിയൊക്കെ റെഡിയായി ഊണ് കഴിച്ചു കൂട്ടാ. നല്ല മീൻ കറിയും നല്ല വരാൽ കറിയും നമ്മുടെ കൂരിമീൻ വറുത്തതും വാഴയ്ക്ക തോരനും പിന്നെ കക്കായിറച്ചിയൊക്കെ കൂട്ടി ഊണ് കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.